എനിക്കും കൂടി ഒരു ചായ എടുക്കണ്ടാവോ? ഒരു ചായക്കുള്ള പാലേ ഫ്രിഡ്ജിനകത്ത് ഉണ്ടായിരുന്നുണ്ട്, അതാണ് ഞാൻ ഇപ്പിട്ട് കുടിക്കുന്നത്. ആണോ? സാധാരണ ഞാൻ ഉണ്ടാക്കാൻ നേരത്ത് നിനക്ക് കൂടി ഉണ്ടാക്കി തരാറുണ്ട്, അതുകൊണ്ട് എന്നെ പറ്റി ഒന്ന് ആലോചിക്കാറുണ്ട് നിനക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ കേട്ടില്ലേ, ഒരു ചായക്കുള്ള. ഞാൻ കേട്ട്. സാരില്ല, ഇത്തിരി ഉണ്ടാവുമല്ലോ ബാക്കി എനിക്ക്. സോറിയടി ചാരു, മൊത്തം കുടിച്ച് തീർന്നു പോയല്ലോ. ആണോ? ഞാൻ പറഞ്ഞപ്പോഴല്ലേ നിനക്ക് കുടിച്ച് തീർക്കാൻ തോന്നിയത്? ദുഷ്ടേ, നീ അങ്ങനെ സംസാരിക്കരുത്. നോക്ക്, എനിക്ക് മറ്റു OCD-യുടെ പ്രശ്നമുള്ളത് നിനക്ക് അറിയാലോ. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർന്നില്ലെങ്കിൽ എനിക്ക് എന്തോ മിസ്സിംഗ് പോലെ ഫീൽ ചെയ്യുന്നത്. ആണോ കുട്ടാ? എന്നാ പിന്നെ എല്ലാത്തിനും ഈ OCD-യുടെ പ്രശ്നം നീ എടുത്ത് ഇടരുത്. ഇതേ ആക്രാന്തം എന്ന് പറയും. അങ്ങനെങ്കിൽ അങ്ങനെ കേട്ടോ. സാരില്ല, എനിക്ക് കട്ടൻ ചായ ഇട്ട് കുടിക്കാൻ അറിയാം, ഞാൻ കുടിച്ചോളാം. എന്തിനാണ് ഇരിക്കണത്? നീ എന്തുണ്ടാക്കാൻ പോകുന്ന പറഞ്ഞത്? കട്ടൻ ചായ. ഈ പഞ്ചസാര ഇല്ലാതെ നീ എങ്ങനെ കട്ടൻ ചായ ഉണ്ടാക്കുന്ന ചാരു എനിക്ക് അറിഞ്ഞൂടാ. പഞ്ചസാരയുടെ പാത്രം, അതിനകത്തുള്ള അവസാനത്തെ പൊടിയും കൂടെ കലക്കിയിട്ടാണ് ഞാൻ കുടിച്ചത്. പഞ്ചസാര ഇല്ലേ? എനിക്ക് പഞ്ചസാര ആവശ്യമൊന്നുമില്ല. ഞാൻ ഷുഗർ ഡയറ്റിൽ, ഐ മീൻ ഷുഗർ കട്ട് ചെയ്തിട്ടുള്ള ഡയറ്റിലാണ്. തേയില ഉണ്ടല്ലോ, ഞാൻ തേയില മാത്രം ഇട്ടിട്ട് കുടിച്ചോളാം. ഇനി എന്താ നീ എന്തിടാൻ പോന്ന് പറഞ്ഞത്? തേയില ഇട്ടിട്ട് കട്ടൻ ചായ ഷുഗർ ഇല്ലാണ്ട് കുടിക്കാൻ. ഈ തേയില ഇടാതെ എങ്ങനെയാണ് ഈ കട്ടൻ ചായ ഇടുന്നത് നിൽക്കുന്ന പറഞ്ഞു തരണേ. തേയില ഇടാണ്ടോ? അടുത്തത് തേയില. അതും തീർന്നു. ഇതൊക്കെ വെറുതെ തിന്നുവാണ് എല്ലാരും കൂടി. അതെ 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 അതെ. ഇനി ബാക്കിയുള്ളത് കുറച്ച് പച്ചവെള്ളം വേണമെങ്കിൽ നീ ചൂടാക്കി കുടിച്ചോ. ഈ വീട്ടിൽ ഒരു സാധനം ഇല്ലേ മനുഷ്യനുണ്ടാക്കി കഴിക്കാൻ? ഈ വീട്ടിൽ ഒരു സാധനം ഇല്ല. എടി, ഉറക്കം എഴുന്നേറ്റ് വന്നിട്ട് അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്ര നല്ലതല്ല കേട്ടോ. ഇവിടെ ആരും ഒന്നും വാങ്ങിച്ചു വെച്ചിട്ടില്ലല്ലോ. ഉണ്ടോ? നേരത്തെ ആയിരുന്നെങ്കിൽ ഈ അവന്തികയുടെ കയ്യില് പൈസ കൊടുത്ത് അരി, പഞ്ചസാര, ഉപ്പ്, മുളക്, തേയില, പച്ചക്കറി എല്ലാം വാങ്ങിച്ച് വെക്കുമായിരുന്നു. പക്ഷേ അതൊക്കെ ഓരത്തിന് വന്ന് തിന്ന് തീർക്കുമായിരുന്നു. ഇനി അവന്തിക അതിന് കിട്ടത്തില്ല കേട്ടാ. ആണോ? എന്നാ മോള് നിർത്ത്. എടി, എനിക്ക് കയ്യിൽ പൈസ ഉള്ള സമയത്ത് ഞാൻ ഇവിടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എങ്ങനെ? നിന്റെ കയ്യിൽ പൈസ ഉള്ള സമയം? നിന്റെ കയ്യിൽ എപ്പോഴാ ചാലും നിന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നത്? നിനക്ക് എപ്പോഴും ദാരിദ്ര്യം മറിച്ചത് മാത്രമേ ഉണ്ടായിരുന്നുള്ളല്ലോ. ചുമ്മാ ഓരോ വൃത്തിയോട് പറയാൻ നിൽക്കരുത്. ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുള്ളത് കാര്യമായിട്ടുള്ള കാര്യം. ശരി, കണക്ക് പറ. എന്നാ നീ വാങ്ങിച്ചിട്ടുള്ള ആ ദിവസം ഒന്ന് പറഞ്ഞു തരുമോ? ദിവസമൊക്കെ നോട്ട് ചെയ്തിട്ടാണ് ഒരാൾ സാധനം വാങ്ങിക്കുന്നത്. അവന്തിക്ക് നോട്ട് ചെയ്യും കേട്ടാ. ഒരു മിനിറ്റ് ചാരു, താങ്കൾ ഇവിടെ അവസാനമായിട്ട് സാധനം വാങ്ങിച്ചുകൊണ്ടുന്ന ദിവസമാണ് ഞാൻ പറയാൻ പോകുന്നത്. 12/12/2023 വാങ്ങിച്ചുകൊണ്ടുന്ന ഐറ്റംസ് എന്തെങ്കിലും കേൾക്കണ്ടേ? ഷുഗർ, പഞ്ചസാര 1 കിലോ, മുട്ട 5 എണ്ണം, കോഫി 100 ഗ്രാം, പിന്നെ മാഗി 5 എണ്ണം. ഇത്രയുമാണ് നീ വീട്ടിലോട്ട് വാങ്ങിച്ചുകൊണ്ടുന്ന സാധനങ്ങൾ. ആണോ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കാൻ? ഇനിയുണ്ട്. വേണ്ട, ഇനി എനിക്ക് കാണണ്ട. നിനക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. എന്ത് മിസ്റ്റേക്ക്? ഞാൻ അത് കഴിഞ്ഞ് ഫെബ്രുവരി മാസത്തിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പറയുമ്പോ എല്ലാം പറയണല്ലോ. പറയണം. എന്താ വാങ്ങിച്ചത്? ഞാൻ 1 കിലോ പഞ്ചസാര, ഒരു ചിക്കൻ മസാല പാക്കറ്റ് വാങ്ങിച്ചു. അതെവിടെ എവിടെ നോട്ട് ചെയ്തേക്കും? അത് നോട്ട് ചെയ്യാൻ ചെയ്യുന്നുണ്ട്. ആ ചിക്കൻ മസാല നീ എന്തിനാ വാങ്ങിച്ചത്? അല്ലെങ്കിൽ അതിന്റെ റീസൺ കൂടെ പറയോ? അതിന്റെ പഞ്ചസാര വാങ്ങിച്ചപ്പോ ചിക്കൻ മസാല ഫ്രീ ആയിട്ട് കിട്ടി. ഫ്രീയുടെ കണക്കൊന്നും ഇവിടെ ആരും പറയണ്ട കേട്ടോ. നോക്ക്, ഞാൻ ഇവിടെ വാങ്ങിച്ചു വെക്കുന്ന സാധനങ്ങൾക്ക് കൈ കണക്കൂല. അതറിയാ നിനക്ക്? എടി, അങ്ങനെയാണെങ്കിൽ നീ എല്ലാവരോടും പറയണ്ട ഈ വീട്ടിലുള്ളത്. കാരണം ഇവിടെ വെക്കുന്ന സാധനങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. ഇതെന്തോന്നിത്? എന്റെ പൊന്നു മക്കളെ, എപ്പോഴും നോക്കിയാലും നിങ്ങൾ വഴക്ക് തന്നെ. എപ്പോഴെങ്കിലും ഒന്ന് സന്തോഷമായിട്ട് സംസാരിക്കേ. അമ്മാവനെ കാണത്തന്നെ ഞാൻ ഇവിടെ ഇരുന്നത് കേട്ടാ. എന്ത് കാര്യം? അമ്മാവ ഈ അടുക്കളയിൽ ഒരു തരി സാധനങ്ങളില്ല. ഒരു തരി സാധനമില്ല, പിന്നെ ഇത്രയും സാധനം ഇരിക്കുന്ന കണ്ണ് കണ്ടുകൂടെ എനക്ക്? എന്റെ അമ്മാവ ഇവള് പറഞ്ഞ ഗ്രോസറിയുടെ കാര്യമാ. അത് നിങ്ങൾ ഇവിടെ നോക്കണേ, നിങ്ങൾ അലമാരയിൽ നോക്കിയാ? അവിടെ പോയി നോക്ക്. ഇവിടെ ജയം ഉള്ളപ്പോ വേറെ ഒരുത്തരം വന്ന് ഒരു സാധനം എടുത്തോണ്ട് പോകില്ല കേട്ടാ. അശയിലൊക്കെ നോക്കിയാ നിങ്ങള്? ഗോസാരി. എന്റെ അമ്മാവ ഗോസാരി അല്ല, ഗ്രോസറി, പലവ്യഞ്ജനം. അത് പച്ച മലയാളത്തിൽ പറഞ്ഞോളൂ. ഞാൻ ഒരു മലയാളിയല്ലേ. നിങ്ങൾ ഇംഗ്ലീഷ് പറഞ്ഞു എനിക്ക് മനസ്സിലാവും. ഇത്ര നാൾ ഇവിടെ നിന്നിട്ട് ഒരു സാധനവും പഠിച്ചിട്ടില്ലല്ലേ? എന്റെ പൊന്നമ്മാവ, ഞാൻ ഒരു കാര്യം തുറന്നു പറയാം. നോക്ക്, ഇവിടെ എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിച്ചു വെക്കാറുണ്ട്. അത് അതേപോലെ തീരാറുമുണ്ട്. ഇവിടെ എന്നും പുതിയ ഗസ്റ്റുകൾ വരുന്നുണ്ടല്ലോ. ഒരു മിഠായി കഷ്ണം, ഒരു കടുകിന്റെ മണ്ണ് ഇവിടെ ആരെങ്കിലും വാങ്ങിച്ചു വെക്കാറുണ്ടോ? അതുകൊണ്ട് ഇത് ഇന്ന് ഇവിടെ തീരുമാനം ഉണ്ടാക്കണം. അല്ലാതെ അവന്തികയുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് ഒരു വാക ഇനി വീട്ടിൽ വാങ്ങിച്ചു വെക്കത്തില്ല. അത് തന്നെ, അത് അവള് പറഞ്ഞ ന്യായം. ഇന്നോടും കൂടി ഏട്ടാ പറഞ്ഞത്. ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത് കേട്ടാ. 1.5 കിലോയുടെ പഞ്ചസാരയുടെ കണക്കം പറഞ്ഞിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. അത് ഞാൻ ഉണ്ടായിക്കോളാം. അതുപോലെ ഉണ്ടാക്കാന്ന് പറഞ്ഞാ പോരെ, ഉണ്ടാക്കിയിരിക്കണത് ഇന്ന് തന്നെ. ഒരു കാര്യം പറട്ടെ, ഞാൻ ആദ്യം കേട്ടാ. അതിന് മത്സരോ? എന്ത് ചെയ്യാ ഈ പിള്ളേരെ കൊണ്ട്?
വരുകില്ലേ ഇണക്കിളി വരികില്ലേ ഇണക്കിളി വൃത്തികെട്ട മനുഷ്യൻ, ഇത് വലിയ കഷ്ടമായല്ലോ. ഇതിപ്പോ എവിടെ വന്നത്? അപ്പൊ ഞാൻ വരുന്ന കാണാതെയാണല്ലോ ഇയാൾ ഇത്ര വൃത്തിയടക്കം പറഞ്ഞുകൊണ്ടിരുന്നത്. വൃത്തിയാടാ? എന്തോന്ന് വൃത്തിയാടാൻ ആര് പറഞ്ഞു? ദേ എന്റെ മുന്നിൽ കിടന്ന് അഭിനയിക്കരുതേ. കാള വാല് പൊക്കുന്നത് എന്തിനാന്ന് മനസ്സിലാക്കാനൊക്കെ എനിക്ക് പറ്റും. ഐ എം എ മെച്ചുവേർഡ് ഗേൾ. കാളവാല് മെച്ചോട് മനസ്സിലാക്കാൻ പറ്റും അഭിനയം. ഇതൊക്കെ എന്റെ അടുത്ത് പറയുന്നത് എന്തിനാണ്? വാട്ട് ഈസ് റോങ് വിത്ത് യു? യു ആർ റോങ് ബ്ലഡി ആവാസ്. അതെ നാക്കിന് ലൈസൻസ് ഇല്ലാന്ന് പറഞ്ഞാൽ എന്തും വിളിച്ചു പറയല്ലോ കേട്ടല്ലോ. വെച്ചൊരെണ്ണം വെച്ച് പൊട്ടിച്ചെന്നാണല്ലോ 32 പല്ല് അടിച്ചു. അതെന്ന് പറഞ്ഞ 28 പല്ല് അടിച്ചാൽ താഴെ ഇടും കേട്ടാ. ബഡി ലിറ്റിൽ ഗേൾ. കരയണം കരയാൻ വേണ്ടിട്ട് ചേട്ടാ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇത് സാമ്പത്തികം. ഇയാൾ എന്നെ നോക്കി ഏതാണ്ടൊക്കെ പറയുന്നത്. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഇത് ഏരിയ വേറെ ഇത് വേറെ പ്രശ്നമൊന്നുമില്ലെന്ന്. നീ മിണ്ടല്ലേ മിണ്ടിയില്ല. നീ പറ അങ്കിളെ. അങ്കിളാതെ പെണ്ണ ഇടിച്ചില്ലല്ല, ഇത് ഒറിജിനലാണ്. അങ്കിളെന്നൊന്നും വിളിക്കല്ലേ. പറഞ്ഞോ ചേട്ടാ ഇയാൾ എന്നോട് ഇണക്കിളി വരില്ലേ എന്ന് പറഞ്ഞു. എന്തിന് ഇണക്കിളി വരില്ലെന്ന്? തോന്നുന്നത് ആന്തോന്ന പാട്ടാ ഇണക്കിളി. ഞാൻ വരാം അണ്ണാ. സംഭവം എന്ന് പറഞ്ഞൊരു പാട്ട് നിർത്തണേ. നീ പറഞ്ഞു നീ പറ. ഇണക്കിളി വരില്ല എന്ന് പറഞ്ഞൊരു പാട്ട് ഞാൻ ഇവിടെ നിന്ന്. വേറെ ഒരു പാട്ട് തന്നെ കിട്ടിയില്ലടാ. ഇണക്കിളി വരും. എനിക്ക് വായിൽ വന്ന പാട്ടല്ലേ എനിക്ക് പാടാൻ പറ്റൂ. നിന്റെ വായിലും എന്റെ വായിരിക്കും നീ കേട്ടുപിടിക്കും. വലിയ കഷ്ടമല്ലേ? മനസ്സിലായി. ഞാൻ ഇവിടെ ഇന്നോളാം. എവിടെ പാടാൻ? നീ പാടി പാടിയല്ലാണ് ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത്. പാടം ഒന്നും ഞാൻ കേക്കിട്ടത്. നീ എന്തുപാട് ഏത് ബ്രാൻഡ് അടിച്ചത്? എന്നാണോ? ഓ നെല്ല്. ഞാൻ പാടിയത് ഇത്രേ ഉള്ളൂ കേട്ടോ. ഇണക്കിളി വരികില്ലേ ഇണക്കിളി വരികില്ലേ ഇണക്കിളി വരികില്ലേ. ഇത് പാടിയപ്പോ ആ കൊച്ചു വന്ന്. അപ്പൊ ഈ കൊച്ചു ഇത് കേട്ടപ്പോഴാണ് സംശയിച്ചല്ലേ. അതാണ് സംഭവം. അപ്പീ നീ പോ. അവന്റെ കാര്യം ഞാൻ ശരി എന്ത് കാര്യം ഏറ്റെന്ന്? അപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. മര്യാദക്കാണ് മര്യാദക്ക്. ഇല്ലെങ്കിൽ എന്റെ അടുത്താണ് കളിക്കാൻ വന്ന് ഇവിടെ കിടന്ന് ഉരുളും. ഉള്ള കാര്യം മാത്രം പറയണത്. എന്നാ പിന്നെ നീ എന്റെ ദേഹത്തോടെ നീ പോയി നോക്ക്. എന്റെ ദേഹത്തോടെ നീ പോയി നോക്ക്. ആ തൊടാതെ പോകും. മര്യാദക്കല്ലേ പോകുന്നത്. അതാണ്. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ നമുക്കിവിടെ. എന്താണ് ഈ ലോക്സഭ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹലോ അങ്കിളെ, എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? മോള് വീണ്ടും വന്നാ? പിന്നല്ലാതെ ഞാൻ എങ്ങോട്ട് പോവാനാ? ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസം കാണാത്തപ്പോഴേ വീട്ടിൽ ഹോസ്റ്റലിൽ പോയി കാണുന്നു. എന്റെ പട്ടി പോവും അങ്ങോട്ട്. ഞാൻ കുറച്ച് ദിവസം എന്റെ വീട്ടിൽ പോയി നിന്നല്ലേ. ആണാ? അല്ല, മോളുടെ അച്ഛൻ വഴക്ക് പറയില്ലേ ഹോസ്റ്റലിൽ പോകാതെ ഇവിടെ വന്ന് നിൽക്കണേനെ? ഇല്ല, അതൊക്കെ ഞാൻ അച്ഛനെ പറഞ്ഞ് സോപ്പ് ഇട്ട് വെച്ച്. അതുമല്ല അച്ഛൻ പറഞ്ഞ് മക്കൾ അവിടെ തന്നെ നിന്നോളാൻ പറഞ്ഞു. ആണാ? പിന്നെ വേറൊരു കാര്യം, മോൾ ഇവിടെ നിൽക്കുന്നത് ഇവിടുത്തെ ചേച്ചിമാർക്ക് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് മോൾ അവരെ കണ്ട് സ്നേഹത്തോടെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി നൈസായിട്ട് നിന്നോളാം കേട്ടാ. അതോർത്ത് അങ്കിൾ പേടിക്കണ്ട. വിത്തിൻ 1 വീക്ക് ഞാൻ അവരെ കുപ്പിയില്ല. ഞാൻ കുറച്ച് നിയമ നടപടികൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തിനാ? ഇപ്പൊ നിങ്ങൾ ഒരുപാട് പേരായില്ലേ, നിങ്ങൾ പരസ്പരം വഴക്കൂടാതിരിക്കുക ഇങ്ങനെയുള്ള നിയമ നടപടികളൊക്കെ വേണം. എന്തേ നോക്കട്ടെ. എല്ലാ വാരം കറത്തറ സമയത്ത് വിടഡിൽ കറണം. മോക്ക് മലയാളം വായിക്കാൻ അറിഞ്ഞൂടി? അറിയാം. ഓ, ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും പഠിച്ചത്. അല്ല, ഇതിൽ എഴുതി വെച്ചതാ ഞാൻ വായിച്ചത്. അങ്ങനല്ല, അല്ല നല്ല മലയാളം തന്നെ എഴുതി വെക്കുന്നത്. എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. നിങ്ങൾ കുറേ ഇംഗ്ലീഷ് മീഡിയം പഠിച്ച പിള്ളേരുണ്ട്, അവർക്ക് മലയാളം വായിക്കാനോ എഴുതാനോ അറിഞ്ഞൂടാ. ഇങ്ങോട്ടോട്ട് ഞാൻ അവസാനം ഇതെല്ലാം ഇവിടെ കാണിക്കും, അപ്പോൾ വായിച്ചാൽ മതി. കറുപ്പോ പോട്ട്. പിള്ളേരൊക്കെ ഒരു കാര്യം കൂട്ടക്ഷരം പോലും വായിക്കാറിഞ്ഞൂടാ. ആരാ? ഞാൻ രമ്യ. രമ്യ എന്ന് വെച്ചാ ആരാ? രമ്യ എന്ന് വെച്ചാ ഞാനാ. Okay, you are Ramya. My question is, why are you here? My answer is, I am staying in this room. What? എന്റെ ഈ റൂമിലോ? ഇയാളുടെ റൂമോ? അതെങ്ങനെ ഇയാളുടേതാവുന്നേ? ഞാൻ വന്നപ്പോ ഇയാൾ ഇവിടെ കണ്ടിട്ടില്ലല്ലോ.
ഓ പുതിയ ആളാവല്ലേ? ഞാൻ പുതിയതൊന്നും അല്ല, പഴയ ആള് തന്നെയാ. അല്ല നീ എന്തിനാ എന്റെ റൂമിൽ കയറി വന്നേ? ഒരാളെ ആദ്യമായിട്ട് കാണുമ്പോൾ ഇങ്ങനെ എടി പൊടി എന്നൊക്കെ വിളിക്കുന്നത് മാനേഴ്സ് അല്ല കേട്ടോ. ഞാൻ തന്നെ ഇയാളെന്നല്ലേ വിളിച്ച് സംബോധന ചെയ്തേ. വാട്ട് ബോധന? സംബോധന മലയാളം അറിയത്തില്ലല്ലേ? ഇനി തന്നെ അല്ല, നിന്നെ മലയാളം പഠിപ്പിക്കാനും എനിക്ക് നേരമില്ല. അല്ല നീ അപ്പൊ ഇവിടെ താമസിക്കാൻ പോവാണോ? അല്ല, ഞാൻ ഇവിടെ ചുറ്റി കണ്ടിട്ട് പോവാൻ വന്ന. എടോ, തനിക്കൊരു സാമാന്യ ബോധമില്ലേ? ഒരാൾ ബാഗുമായിട്ട് മുറിയിലോട്ട് കയറി വരുന്നത് താമസിക്കാനാണ്. അതെ, ഇതിപ്പോ എന്തായാലും എന്റെ റൂമാ. എന്തായാലും ഇയാൾ ഇവിടെ ഞാൻ താമസിക്കാൻ അനുവദിക്കില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ബാഗ് എടുത്തോണ്ട് ഇറങ്ങി പോവാൻ നോക്കും. അതിന് നിങ്ങളുടെ സമ്മതമൊക്കെ ആർക്ക് വേണം? അങ്കിൾ എന്നോട് പറഞ്ഞു ഇവിടെ താമസിച്ചോളാൻ. ആ അങ്കിളുടെ സമ്മതം അല്ലല്ലോ വേണ്ടത്. ഇത് എന്റെ റൂമല്ലേ, അപ്പൊ ഞാനല്ലേ തീരുമാനിക്കണ്ടേ ആരൊക്കെ എന്റെ കൂടെ കിടക്കണം എന്നൊക്കെ. ഇറങ്ങി പോച്ചേ. പോകട്ടെ അവിടെ നിന്ന്. അങ്കിളെ, അങ്കിളെ, എന്തിനാ ഇവിടെ കിടന്ന് കയറി വിളിക്കുന്നേ? അപ്പുറത്ത് കുറച്ച് ഡീസന്റ് ആയിട്ട് ആൾക്കാരുണ്ടെന്ന് ബോധം വേണം കേട്ടല്ലോ. കിടന്നങ്ങ് വിളി. ഈ സാധനത്തെ ഇപ്പൊ കയറി വന്ന ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ ചേച്ചി. അടുത്ത കണിക്കുന്ന എന്തിനാ? ചേച്ചി ഇന്ന് കാണാൻ നല്ല രസം. അല്ലെങ്കിലും ഞാൻ കുറച്ച് സൗന്ദര്യമുള്ള കൂട്ടത്തിൽ തന്നെയാ. ഇങ്ങോട്ട് മാറിയാണ്. ഇതേ ഇവിടെ അടുത്ത് ഈ റൂമിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയൂ. ഞാനെന്തിനാ അവിടെ അടുത്ത് റൂമിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയുന്നത്? എനിക്ക് ഇവിടെ ഇവിടെ റൂം ഷെയർ ചെയ്യാനൊന്നും പറ്റത്തില്ല. നിനക്ക് റൂം ഷെയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നീ ഇവിടെ ഇറങ്ങി പോണം. നിന്നെ ഇവിടെ ആരും തടയാൻ നിൽക്കത്തില്ല കേട്ടോ. അയ്യടാ, ഞാൻ എന്തിനാ ഇവിടെ ഇറങ്ങി പോകുന്നേ? ഇവക്ക് മുമ്പ് ഞാനല്ലേ ഇവിടെ താമസിക്കാൻ തുടങ്ങി. അപ്പൊ ഇവിടെ ഇറങ്ങി പോവാ. എന്തായാലും ഞാൻ ഇവിടെ പോകുന്ന പ്രശ്നമല്ല. ഓക്കെ, പോവണ്ട. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ ഇവിടെ തന്നെ താമസിക്കും. ഇവളുടെ അഹങ്കാരം കണ്ടോ? ഇറങ്ങി പോടി. എനിക്കൊന്നും കാണണ്ട. നിങ്ങളെ നിങ്ങളുടെ പട എന്താന്ന് വെച്ച് ചെയ്തു. എന്തിനടി സൊല്യൂഷൻ പറഞ്ഞിട്ട് പോ. ഇതിപ്പോ ഞാൻ എന്ത് സൊല്യൂഷൻ പറയാനാ? രണ്ടെണ്ണത്തിന്റെ അടി ഉണ്ടാക്കി ഇവിടെ പറഞ്ഞു വിടാം. പറയൂ എന്തെങ്കിലും. അപ്പൊ ഞാൻ സൊല്യൂഷൻ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു. ശരി, ഒരു കാര്യം ചെയ്യാം. നമുക്കിവിടെ ഒരു മത്സരം വെക്കും. ആ മത്സരത്തിൽ ആര് ജയിക്കുന്നു അവിടെ റൂം എടുത്തോ. തീർന്നില്ലേ പ്രശ്നം? അപ്പൊ തോക്കുന്നവരോ? തോക്കുന്ന ആള് ഒന്നെങ്കിൽ ഈ വീട് വിട്ട് ഇറങ്ങി പോണം, അല്ലെങ്കിൽ പിന്നെ അടുക്കള എങ്ങനെ പോയി പാതിരിച്ച് കിടക്കണം. സമ്മതമാണോ? സമ്മതമാണോന്ന്? അല്ല, എന്ത് മത്സരം പറഞ്ഞില്ല. അതൊക്കെ ഞാൻ ആ സമയത്ത് പറയാം. പിന്നെ ഇതിങ്ങനെ ചെന്ന് അമ്മാവനെടുത്ത് പറയാൻ നിൽക്കണ്ട. അമ്മാവൻ അറിഞ്ഞ രണ്ടെണ്ണത്തിന് ഇവിടുന്ന് ഇറക്കി വിടും. അറിയല്ല അമ്മാവന്റെ സ്വഭാവം. ശരി, ഞാനൊന്ന് പ്ലാൻ ചെയ്യട്ടെ. ഡേയ്, ഈ മത്സരത്തിൽ ഞാനേ ജയിക്കൂ കേട്ടോ. നമുക്ക് കാണാം. കാണാം. ഓരോ മരണങ്ങൾ വന്നു വർക്കോളും. എന്നാ പരിപാടി വെച്ചാണേ? ഞാൻ കുറച്ച് സൗന്ദര്യം കൂട്ടുവാണ്. ആരെ കാണിക്കാനാ? കാണാൻ ഒരുപാട് പേരുണ്ടല്ലോ. കൊച്ചു കള്ളി, അപ്പൊ കാമുകന്മാരൊക്കെ ഉണ്ടല്ലേ? പിന്നെ ഒരുപാട് പേരുണ്ടല്ലോ. പക്ഷെ എനിക്ക് വൈബിനെ പറ്റിയിട്ട് ആളെ കണ്ടുപിടിച്ചിട്ടില്ല ഞാൻ ഇതുവരെ. വൈപ്പാ? യെസ്, വൈബ്. വൈബെങ്കിൽ വൈബ്. ആ ഒരു മൂഡിന് പറ്റിയിട്ട് ബെറ്റർ ഹാഫിനെ ഞാൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ തന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാ? എനിക്ക് കുറച്ച് ബോൾഡ് ആൻഡ് മെച്യൂർ ആയിട്ട് ഒരാളെ വേണ്ടത്. നമ്മുടെ അമ്മാവനെ പോലെ. അതാവുമ്പോ എന്ത് പറഞ്ഞാലും അനുസരിച്ചോളൂല്ലോ. അത്രയ്ക്കും വേണ്ട. പിന്നെ അത് ഡു യു വാണ്ട് ടു സ്മോക്ക്? ഒരെണ്ണം വലിക്കാൻ പോയാ ചോമ നമുക്ക് ഷെയർ അടിക്കാം. ഓക്കെ, നമുക്ക് അവിടെ പോയി മേടിക്കാം. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത്? ബെറ്റർ ഹാഫ്. ബെറ്റർ ഹാഫ്. അമ്മാവന്റെ അത്രയും മെച്യൂരിറ്റി ഒന്നും വേണ്ട. പിന്നെ കുറച്ച് മെച്യൂരിറ്റി വേണം, എന്നാലും എനിക്ക് മാക്സിമം അലമ്പാൻ പറ്റും. അത് ശരിയാ. കറക്റ്റ് കത്തിച്ചില്ലേ? കത്തിയില്ലേ? കത്തിച്ചേരാലോ. വലിച്ച നല്ല ഫ്ലേവർ അല്ലേ? എന്റെ മെയിൻ ബ്രാൻഡ് ഇതാണ്. സ്റ്റീവ് മോളെ, മോളെ, അയ്യോ ഇതെന്തോന്ന് മുഖത്ത്? ഇത് ഞാൻ ഗ്ലാമർ കൂട്ടാൻ വേണ്ടിട്ട് ഫേഷ്യല്. ശരി ശരി, നടക്കും നടക്കും. നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ല, ഫ്രീ ആണല്ലോ? എന്നാ രണ്ടുപേരും ഹാളിലോട്ടെന്ന് പറഞ്ഞാൽ എന്തിനാ? കുറച്ച് കാര്യങ്ങൾ തീരുമാനം ഉണ്ടാക്കാനുണ്ട് കേട്ടോ. ഓക്കെ, ഞങ്ങള് ഇപ്പൊ വരാം. അതെ. ഇവിടെ എന്ത് സിഗരറ്റിന്റെ മണം? സിഗരറ്റിന്റെ മണോ? ഇവിടെയോ? ഇവിടെ മണമല്ലോ. മണമുണ്ടോ? ഇല്ല. പക്ഷെ എനിക്ക് നാറിനില്ല സിഗരറ്റിന്റെ. അത് എന്റെ പുതിയ പെർഫ്യൂമിന്റെ അമ്മാവാ. ആണോ? എൻ്റെ പൊന്നു മക്കളെ, ഇതുപോലത്തെ പെർഫ്യൂം ഒന്നും അടിച്ചോണ്ട് റോഡിലൊന്നും ഇറങ്ങി നിൽക്കല്ലേ. ആൾക്കാർ വിചാരിക്കും നിങ്ങൾ സിഗരറ്റ് വലിക്കുമെന്നു കേട്ടാ. അമ്മാവ, ഇന്ന് തന്നെ നമുക്ക് ആ ബ്രാൻഡ് മാറ്റിയേക്കാം. ശരി, നല്ലത്. അപ്പൊ രണ്ടുപേരും അങ്ങോട്ട് വരി. ഒന്ന് വാഷ്റൂം പോയിട്ട് വരാം. പെട്ടെന്ന് പെട്ടെന്ന്.
പാവം അമ്മാവനല്ലേ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. പാവം അങ്ങനെ ദേഷ്യം വന്നാൽ ഭയങ്കര ടെററാനൊക്കെ അറിയാത്തോണ്ടാ. എന്തായാലും നീ അങ്ങോട്ട് പോകും, ഞാൻ വാഷ്റൂം പോയിട്ട് വരാം. ശരി ശരി, മണം വരല്ല കേട്ടോ. ഇല്ല. അപ്പോൾ മീറ്റിംഗ് തുടങ്ങാം. അപ്പോൾ ആദ്യമായി നന്ദി പ്രകാശനമാണ്. എൻ്റെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയ എല്ലാവരെയും നന്ദി അറിയിക്കാനായി മിസ്റ്റർ ജയനെ ക്ഷണിച്ചുകൊള്ളുന്നു. നിങ്ങളെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ജയൻ്റെ ക്ഷണമനുസരിച്ച് ഇവിടെ എത്തിയ എല്ലാവർക്കും താങ്ക് യു. ഇനി എല്ലാവരും എണീക്ക്. എല്ലാരും എന്തിനാ എണീക്കുന്നത്? അമ്മ ഇവിടെ നിന്നിരുന്ന ഫുള്ളാവുമല്ലോ. മോളെ, ഇതൊരു യോഗമാണ്. അതിന് ചില നടപടികളും ചിട്ടാവട്ടങ്ങളും ഉണ്ട്. അതനുസരിക്കുക കേട്ടാ. പറഞ്ഞ അനുസരിച്ചാൽ മതി. എണീക്ക് എല്ലാവരും. എന്തോന്നത്? അടുത്തതായി ഈശ്വര പ്രാർത്ഥന. ഈശ്വര പ്രാർത്ഥന ചൊല്ലുന്നതിനായി മിസ്റ്റർ ജയനെ വീണ്ടും ക്ഷണിച്ചുകൊള്ളുന്നു. അപ്പം എല്ലാവരും ഈശ്വര പ്രാർത്ഥന ചെയ്യുക. അഖിലാണ്ട മണ്ഡല മണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു കീടാണു അതാണു ഏതാണെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞു ഈ മീറ്റിംഗ് കൊളാവും. നേരത്തെ പറഞ്ഞിരുന്നത് ഞാൻ പാടിയാണ്. എന്റെ പൊന്നു ചേച്ചി വേണ്ട, അമ്മാവൻ തന്നെയായിരുന്നു അതിനും ബെസ്റ്റ്. ഓ പാടാൻ എല്ലാവരും സൈലന്റ് ആയിട്ട്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഇവിടെ ഇങ്ങനെ ഒരു അടിയന്തര മീറ്റിംഗ് വിളിച്ചു കൂട്ടിയതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, നമ്മൾ ഒരുപാട് അംഗങ്ങൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഈ കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളത് കൊണ്ടാണ് ഈ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത്. അതിൽ രണ്ടാമത്തെ കാര്യം, അടുക്കളയിൽ വാങ്ങി വയ്ക്കുന്ന സാധനങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കയ്യിൽ പൈസ തരിക, ഞാൻ ആവശ്യമുള്ള സാധനം അവിടെ വാങ്ങി വെക്കുന്നതായിരിക്കും. അത് മാത്രമല്ല, ഇവിടെ ഇപ്പൊ പലർക്കും ബുദ്ധിമുട്ടുണ്ടാവും ഷെയർ ഇടാനായിട്ട്. അങ്ങനെയുള്ളവര് നമ്മൾ ഇവിടെ വാങ്ങിച്ചു വെക്കുന്ന സാധനം തൊടാൻ പോലും പറ്റുന്നത് അങ്ങോട്ട് എടുത്ത് പറയണം അമ്മാവാ. അത് പറയാനാണ് പാട്ടി വരികയാണെങ്കിൽ അമ്മാവൻ ഇവിടെ നിൽക്കുന്നത്, അല്ല നീ കൂടുതൽ സംസാരിക്കണം കേട്ടല്ലോ. പെണ്ണുമ്പിള്ളെ വെറുതെ കിടന്ന് ചൊറിയാൻ വിടരുത്. നീ ഉൾപ്പെടെ ഞാൻ ഇവിടെ വെക്കുന്ന സാധനങ്ങൾ എടുത്ത് അടിച്ചു മാറ്റുന്നുണ്ട്, അതാ പറഞ്ഞത്. പെണ്ണെ അടിച്ചു മാറ്റുന്ന പറഞ്ഞാണല്ലോ, നിന്റെ മൂക്ക് അടിച്ചു കൊടുത്തു. അടിച്ചു മാറ്റുന്നതിനെ പിന്നെ എന്താ പറയാൻ അടിക്കുള്ളി? കള്ളിന്നേ പറയാൻ പറ്റത്തുള്ളൂ. അടിച്ചു മാറ്റുന്ന സാധനങ്ങള് എടുക്കുന്നവരെ കള്ളിന്നേ പറയാൻ പറ്റത്തുള്ളൂ. എങ്ങനെ കള്ളി കളിച്ചാണ്ടല്ലോ എനിക്ക് നല്ല ദേഷ്യം വരും. അതെ, ഞാൻ അധ്യക്ഷൻ, ഞാൻ പറയും, ഞാൻ സംസാരിക്കും. ബാക്കി പറമ്മാവാ, ഞാൻ പിടിച്ചിട്ടുണ്ട്. എനിക്ക് നീ ഒന്നും പറ, ഒറ്റ കാര്യം പറയുള്ളൂ. ഒറ്റ കാര്യം, നീയൊക്കെ ഒരു കാലത്തും നന്നാവൂലടി, ഒരു കാലത്തും നന്നാവൂല, ഒരു കാലത്തും നന്നാവൂല, നന്നാവൂല.